പ്രിയ പ്രേക്ഷകർക്ക് വോട്ടും കട്ടനിലേക്ക് സ്വാഗതം. പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ പോകുന്നത് നേരെ പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട റാന്നി കോന്നി മണ്ഡലങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിനുള്ള ഒരു പ്രത്യക്ഷ കാരണം എന്നുള്ളത് പാലക്കാടിനു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് റാന്നിയിലും കോന്നിയിലും ഇതുപോലെ തന്നെ ഒരു BJP CPIM ഡീൽ ആരോപണവുമായി ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ രണ്ട് മണ്ഡലങ്ങളെ പരിശോധിക്കുന്നത്, റാന്നിയും കോന്നിയും. നമ്മൾ ആദ്യം കോന്നിയിലേക്കാണ് പോകുന്നത്. കോന്നിയിലേക്ക് പറയുമ്പോൾ എൻ്റെ കൂടെയുള്ളത് ആസിഫും ആൽവിനുമാണുള്ളത്. ഈ വിശകലനവുമായി ചേരുന്നത്. അപ്പോൾ നമ്മളൊരു കോന്നിയുടെ ഒരു തൽസ്ഥിതിയാണ് ആദ്യം പരിശോധിക്കുന്നത്. അതിനുശേഷമാണല്ലോ നമുക്ക് ഈ ഡീൽ ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ കോന്നിയിൽ നിലവിൽ പറയുമ്പോൾ പത്തനംതിട്ട മൊത്തം ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ ആദ്യം അവിടെ 5 നിയമസഭാ മണ്ഡലങ്ങൾ അല്ലേ, 5 നിയമസഭാ മണ്ഡലങ്ങളും ആരുടെ ഒപ്പം നിൽക്കുന്നു? LDFിനൊപ്പം നിൽക്കുന്നു, അതിൽ തർക്കമില്ല. കോന്നി മണ്ഡലം എടുക്കുമ്പോൾ അവിടെ KU ജനീഷ് കുമാറാണ് നിലവിലെ സിറ്റിംഗ് MLA. ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയായിരുന്നു MLA. അതിനുശേഷമാണ് 2021 തെരഞ്ഞെടുപ്പിൽ KU ജനീഷ് കുമാർ വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അവിടെ CPMനെ സംബന്ധിച്ച് ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ചിത്രവ്യത്യാസമൊന്നുമില്ല. ഇത്തവണ വീണ്ടും KU ജനീഷ് കുമാറിനെ തന്നെ മത്സരിപ്പിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ഏക കാരണം അദ്ദേഹം നല്ല വൃത്തിയായി മണ്ഡലം നോക്കിയെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വികാരമുള്ളതുകൊണ്ടും ജനങ്ങൾക്കിടയിലും അത്തരം വികാരമുള്ളതുകൊണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അതിനു മുമ്പുള്ളതിനേക്കാൾ CPIMൻ്റെ വോട്ട് ശതമാനം അദ്ദേഹം വർദ്ധിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. 2.66% 2021 2.63% അതിനു മുമ്പുള്ളതിനേക്കാൾ 2019 ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹം വോട്ട് ഉയർത്തി. എന്ന് വെച്ചാൽ 2021 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ റോബിൻ പീറ്ററെ 2.66% വോട്ട് ഉയർത്തിയും അതിനു മുമ്പുള്ള മോഹൻ രാജിനേക്കാൾ 2.633% അദ്ദേഹം വോട്ട് ഉയർത്തി. ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കിടയിലും ഈ രണ്ട് റോബിൻ പീറ്ററും മറ്റൊന്ന് മോഹൻ രാജും, ഇവർ രണ്ടും പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ, സംശയമൊന്നുമില്ല. അവിടുത്തെ DCCയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കോൺഗ്രസിലെ അണികൾക്കിടയിൽ എല്ലാവർക്കും അറിയാവുന്ന മുഖങ്ങൾ തന്നെയായിരുന്നു. ഇനി മറ്റൊരു അവിടുത്തെ ഒരു പ്രധാന കാര്യം പറഞ്ഞേണ്ടത്, 2019 നിന്ന് 19 ഉപതെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ഈ BJP സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് ആരായിരുന്നു? K സുരേന്ദ്രനായിരുന്നു. 2021 അദ്ദേഹം K സുരേന്ദ്രൻ തന്നെയായിരുന്നു മത്സരിച്ചിരുന്നത്. 2019 തെരഞ്ഞെടുപ്പ് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും, വോട്ട് ഉയർത്തിയ LDF, വോട്ട് കുറഞ്ഞ കോൺഗ്രസ്. ആ വോട്ട് ഏറ്റവും കൂടുതൽ 2019 പിടിച്ചിരിക്കുന്നത് BJP. പക്ഷേ അദ്ദേഹത്തിന് ആ നില 2021 തുടരാനായില്ല. പക്ഷേ 2019 2021 സാമൂഹ്യ സാഹചര്യത്തിലേക്കും അവിടെ ഉണ്ടായ ക്യാമ്പയിനിലേക്കും ഞാൻ വരാം. അതിനു മുമ്പ് 96 മുതൽ 2016 വരെ ഇത് കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നു. ആരായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്? അടൂർ പ്രകാശ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അടൂർ നിയമസഭ അംഗം. അടൂർ പ്രകാശിൽ നിന്ന് കോന്നിയിലെ KU ജനീഷ് കുമാർ വഴി ഈ മണ്ഡലം എങ്ങനെയാണ് LDF പിടിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവിടുത്തെ ക്യാമ്പയിനിൻ്റെ കാര്യം അതാണ് പറയേണ്ടത്. ആദ്യം ഇത്തവണ തന്നെ ഇപ്പോൾ വന്ന് വി ഡി സതീശൻ പറയുന്നു, ശബരിമല ആരുയർത്തും ആ വിഷയം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട, ആ രീതിയിലാണല്ലോ സംസാരിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയാണല്ലോ ഇത്തവണ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പുള്ള സാമൂഹ്യ സാഹചര്യം എന്നുള്ളത് ശബരിമല യുവതീ പ്രവേശനമായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉയർത്തിയായിരുന്നു, സമാനമായ ക്യാമ്പയിൻ ഉയർത്തിയായിരുന്നു കോൺഗ്രസും BJPയും ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചിരുന്നത്. അപ്പോൾ എന്തായിരുന്നു അപ്പോൾ ഉള്ളത് ജനവിധി? അന്ന് 1.5 വർഷത്തെ വികസനം പറഞ്ഞു മാത്രമാണ് KU ജനീഷ് കുമാർ 2019 അവിടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അതിനുശേഷം 2021 അദ്ദേഹം അത്രയും കാലത്തെ വികസനം പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് അഭിമുഖീകരിച്ചത്. അപ്പോൾ ഈ രണ്ട് കാര്യം തന്നെ ഉന്നയിക്കാൻ വേണ്ടിയാണ് ഇത്തവണയും വി ഡി സതീശൻ പറയുന്നത് അവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയില്ല. ഏത് കാര്യം? ഈ ജനവിധിയെ സ്വാധീനിക്കുന്ന മത സാമുദായിക ഘടകങ്ങളെ ഉയർത്തുവാൻ അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി BJPക്ക് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ രണ്ട് കാര്യം ഓൾറെഡി ജനങ്ങൾ നിരാകരിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു വസ്തുത എവിടെയുണ്ട്. കാരണം K സുരേന്ദ്രനെ പോലെയുള്ള BJPയിലെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് അവിടെ മത്സരിച്ചിട്ട് ഈ സുവർണാവസരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ഘടകങ്ങളെ മുന്നോട്ട് വെച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായും അതിനെ നിരാകരിച്ചു. സാമുദായിക വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ടുള്ള നീക്കം പൂർണ്ണമായും അവിടെ നിരാകരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. ഇത്തവണ അത് BD ജയസ് ഏറ്റെടുത്തു. ഇതാണ് അവിടുത്തെ ഒരു സാമൂഹിക സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പറയുന്നത് CPIM BJP ഡീൽ എന്നുള്ളത്. പ്രത്യക്ഷത്തിൽ അവിടുത്തെ LDFന് യാതൊരു വ്യത്യാസവും കാണുന്നില്ല. പൊതുസമൂഹത്തിന് എല്ലാവർക്കും പരിശോധിക്കാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു
ഡീൽ ആരോപണം മുന്നേ പറയുന്നത്. അത് മുന്നേ എറിയുന്നതാണോ? അവിടെ ഒരു പരാജയഭീതി കോൺഗ്രസിനുണ്ടോ? ആൽവിൻ എന്ന് തോന്നുന്നു. ഈ കെ സുരേന്ദ്രനെ നിരാകരിച്ചു എന്ന് ശ്യാമലി പറയുന്നു. 2019 ഏതാണ്ട് 40,000-ഓളം വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. സുരേന്ദ്രൻ നിരാകരിച്ചു എന്നാണ് പറയുന്നത്, കെ സുരേന്ദ്രനല്ല. 2019 ഏതാണ്ട് 40,000, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ 40,000-ലധികം വോട്ടുകൾ അദ്ദേഹം അവിടെ സമാഹരിച്ചു. 2021 വന്നപ്പോൾ ഏതാണ്ട് 32,000-ആയി കുറഞ്ഞു. ഇപ്പോൾ ആ 2 ഘട്ടങ്ങളിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് BJP-യുടെ സമുന്നതനായ ഒരു നേതാവ്. സ്വാഭാവികമായും ഇത്തവണ അവിടെ ആ മണ്ഡലം പ്രതീക്ഷിക്കുക, പ്രത്യേകിച്ച് ശബരിമല വിഷയം തൊട്ടപ്പുറത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു, കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ ഒരു സമയത്ത് അവിടെ ഒരു വളരെ കൃത്യമായൊരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് BJP-ക്ക് നിർത്താൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് അതൊരു ഘടകകക്ഷിക്ക് ആ സ്ഥാനാർത്ഥിയെ കൊണ്ട് കൊടുത്തു? അവിടെ PP സുന്ദരേശൻ എന്ന ഒരു BDJS-ന്റെ ആരും അറിയാത്ത ആൾ എന്ന നിലയിലാണ് ഒരു ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടുത്തെ ചില പല മാധ്യമങ്ങൾക്ക് പോലും അദ്ദേഹത്തെ അത്ര സുപരിചിതരല്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം വ്യാപരിക്കുന്ന ഇടങ്ങളിൽ അദ്ദേഹം സുപരിചിതരാണെങ്കിലും ആ മണ്ഡലത്തിൽ അദ്ദേഹം ഒട്ടും സുപരിചിതനല്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കൃത്യമായും അതിൻ്റെ ആ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതൊരു ഡീലാണ്, വളരെ കൃത്യമായി അതൊരു ഡീലാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ എന്തുകൊണ്ട് അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ BJP-ക്ക് കഴിഞ്ഞില്ല? ശബരിമല വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നാണ് കോന്നിയെ സംബന്ധിച്ചുള്ള ചോദ്യം. പ്രതിപക്ഷ പക്ഷേ അതിനകത്ത് ഞാനൊരു പ്രശ്നം പറയാം. അതായത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വേട്ടയ്ക്ക് പോകാമെന്ന് വെച്ചോ. അപ്പോൾ നമ്മളൊരു കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോയി, നമ്മളൊരു കാട്ടിൻ്റെ ഒരു മൈതാനത്ത് പോകുമ്പോൾ നമുക്കൊരു മൃഗത്തെ പിടിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ലക്ഷ്യം. നമ്മളവിടെ കുറേ കലമാനെ കാണുന്നു, കാട്ടുപോത്തിനെ കാണുന്നു, കാട്ടുപന്നിയെ കാണുന്നു. അപ്പോൾ അതിന് ഒരു ലക്ഷ്യം വെക്കാതെ കാടടച്ച് വെടിവെച്ചാൽ ഇതിനൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇതെല്ലാം ഓടി രക്ഷപ്പെടത്തേ ഉള്ളൂ. ആ രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് പലതരത്തിലും ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതിൻ്റെ താല്പര്യം പറഞ്ഞൊരു പോയിന്റിൽ എനിക്ക് ഏറ്റവും എതിർപ്പുള്ളത്, അതായത് അതായത് കെ സുരേന്ദ്രൻ മത്സരിച്ച് 2021 കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ 21.81% വോട്ടുകൾ പിടിച്ചു. പക്ഷേ 2ാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ 14% വോട്ട് കുറവായിരുന്നു. സുവർണാവസരം എന്ന് BJP വിശേഷിപ്പിക്കപ്പെട്ട കാലത്ത് 2ാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ 14% വോട്ട് കുറവായിരുന്നു കെ സുരേന്ദ്രന്. ഇനി 2024 ലോക്സഭയിലേക്ക് വന്നാൽ അനിൽ ആന്റണി മത്സരിക്കുന്നു, 26.83% വോട്ട്. അവിടെയും 2ാം സ്ഥാനത്തെത്തിയ തോമസ് ഐസക്കിനേക്കാൾ 8% വോട്ട് കുറവായിരുന്നു. അതായത് BJP അവരുടെ ആവനാഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പിനെ എടുത്ത് അവിടെ വെച്ചിട്ട് പോലും അവർക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ, അവരുടെ സുവർണ കാലഘട്ടത്തിൽ പോലും ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാതെ പോയ മണ്ഡലമാണ് കോന്നി. അപ്പോൾ ഇപ്രാവശ്യം എന്താ ചെയ്തത്? അന്ന് രണ്ടിടത്ത് സുരേന്ദ്രൻ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ BJP സംബന്ധിച്ചുള്ള എന്താ, അവർ A ക്ലാസ് മണ്ഡലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന പല മണ്ഡലങ്ങളും അവർക്ക് A ക്ലാസ് മണ്ഡലമൊന്നുമല്ല. എല്ലായിടത്തും മിക്കയിടത്തും ഒരു 3ാം സ്ഥാനത്താണ്, അല്ലാതെ വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് 2ാം സ്ഥാനത്ത് പോലും എത്തുന്നത്. കോന്നി അങ്ങനെ 2ാം സ്ഥാനത്ത് പോലും എത്തപ്പെടാത്തൊരു മണ്ഡലമാണ്. അവിടെ CPM-ഉം BJP-യും തമ്മിൽ ഡീല് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണം ഒരു കണക്കുകൾ വെച്ച് നോക്കിയാൽ പോലും ഒരു വസ്തുതയ്ക്ക് നിരക്കാത്തൊരു സാധനമാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതെ അതെ ഞാൻ പറഞ്ഞ അതെന്താ 2ാം സ്ഥാനാർത്ഥിയേക്കാൾ, അതായത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, 2ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥിയേക്കാൾ ഏറ്റവും കുറഞ്ഞത് 8% വോട്ട് കുറവിലായിരുന്നു അവിടെ എപ്പോഴും BJP ഉണ്ടായിരുന്നത്, അവരുടെ ഏറ്റവും നല്ല കാലത്ത് പോലും. അപ്പോൾ അവിടെ പറയുകയാണ്, അതായത് CPM എപ്പോഴും ഏറ്റവും നല്ല കാലം എന്ന ആ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. BJP കുറച്ചെങ്കിലും മുന്നോട്ട് വന്നു. അതല്ല, ശബരിമല പോലൊരു വിഷയം, അതായത് ശബരിമല പോലൊരു വിഷയം അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ശബരിമല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞതാണല്ലോ. അതായത് ഈ സ്വർണ്ണക്കൊള്ള ആരോപണത്തെക്കാളും എത്രത്തോളം മറ്റേ BJP-ക്ക് ഗുണം ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു ശബരിമലയിലെ യുവതി പ്രവേശനം. അത്രത്തോളം ഒരിക്കലും ഗുണം ചെയ്യുന്ന കാലമല്ല. എന്തുകൊണ്ട് അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥി അങ്ങനെ പ്ലേസ് ചെയ്യുന്നില്ല? ഞാൻ പറയുന്നത് BJP മത്സരിക്കേണ്ട ഒരു BJP കെ സുരേന്ദ്രൻ മത്സരിച്ച ഒരു മണ്ഡലത്തിൽ BDJS-ന്റെ ആരോരും അറിയാത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അതില് എനിക്ക് മനസ്സിലാവുന്നത് BJP A+ മണ്ഡലങ്ങളും A ക്ലാസ് മണ്ഡലങ്ങളുമായിട്ട് കുറേ മണ്ഡലങ്ങളെ നിലവിൽ ഈ ഘട്ടത്തിൽ ആൽവിൻ പറഞ്ഞ തിയറി അനുസരിച്ച് തന്നെയാണ് കുറെ കൂടി BJP മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണല്ലോ പറയുന്നത്. കുറെ കൂടി മുന്നോട്ട് വന്നിട്ടും A+ഉം A ക്ലാസ് മണ്ഡലങ്ങളുമായി തിരിച്ചിരിക്കുന്നു. ഈ A+ലും A ക്ലാസ്സിലും കോന്നിയില്ല. പിന്നെ അത് മാത്രമല്ല, ഇനി A+ഉം A ക്ലാസ് മണ്ഡലങ്ങളിലും നേതാക്കളെ നിർത്തണം എന്നിരിക്കട്ടെ, ഏറ്റവും മികച്ച നേതാക്കളെ തന്നെയാണ് പാലക്കാട്, നേമം, വട്ടിയൂർക്കാവ്, ആലപ്പുഴ, എല്ലായിടത്തും
പാലക്കാട് അടക്കമുള്ള നേതാക്കളെ വിന്യസിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം കെ സുരേന്ദ്രൻ അടക്കം. ശബരിമല വിഷയം നോക്കൂ, ഏറ്റവും കൂടുതൽ അല്ല ചർച്ചയാകേണ്ട നോക്കൂ, ജില്ലയിൽ ആ ജില്ലയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഇല്ല? എന്തുകൊണ്ട് അവർക്ക് അത് A class അതായത് ആവുന്നില്ല? ഇതിലും ഞാൻ മനസ്സിലാക്കുന്നത് സുരേന്ദ്രൻ മത്സരിച്ച കാലഘട്ടത്തിലെ വോട്ട് ഷെയർ നോക്കിയാൽ അത് അവർക്ക് അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു തിരിച്ചൊരു CPM ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം പറയട്ടെ. അതായത് BJP അവിടെ വിജയിച്ചു വന്ന കാലഘട്ടത്തിൽ അവർക്ക് നല്ല വോട്ട് നേടിയ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ വോട്ട് പിന്നോട്ട് പോവുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥി NDA കൊണ്ടുവന്നത് LDFന് അധികാരം കിട്ടാതിരിക്കാൻ കോൺഗ്രസ് ജയിക്കാനാണെന്നൊരു ആരോപണം പറഞ്ഞാൽ അതല്ലേ കുറച്ചും കൂടെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ യോജിക്കുക. അത് അല്ലേ, അങ്ങനെയാണെങ്കിൽ അതല്ലേ ലോജിക്ക്, അങ്ങനെയാണെങ്കിൽ അതല്ലേ. അതായത് അവിടെ BJPയും കോൺഗ്രസും തമ്മിലാണ് ഡീലെന്ന് പറയാനും പറ്റുമല്ലോ കണക്ക് പ്രകാരം അങ്ങനെയാണെങ്കിൽ. കാരണം എന്താ, അവിടെ കോൺഗ്രസും BJP തമ്മിൽ ഡീലാണ്. അവിടെ CPM തോക്കാൻ വേണ്ടി BJP ദുർബലനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. ഞങ്ങൾ പണ്ട് പിടിച്ച വോട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനുള്ള അവസരം തന്നിരിക്കുന്നു, നിങ്ങൾ ജയിക്കുക എന്ന് പറഞ്ഞ് കോൺഗ്രസിന് വേണ്ടി വിട്ടുകൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ പറഞ്ഞുകൂടെ? അങ്ങനെ പ്രതിപക്ഷ നേതാവ് ചുമ്മാ കാടടച്ചങ്ങ് വെടിവെക്കുകയാണ്. കാരണം കണക്കുകളും കാര്യങ്ങളും നോക്കിയാൽ പോലും 3-ാം സ്ഥാനത്ത് മാത്രം BJP എത്തിയിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോലും ഈ ഡീലാരോപണം ഉന്നയിക്കുകയാണെന്നേ. അങ്ങനെയാണെങ്കിൽ CPMനും ഡയറക്റ്റ് അടിക്കാമല്ലോ, CPMനും പറയാമല്ലോ നിങ്ങൾ തമ്മിൽ ഡീലാണ്, അതിനാണ് നിങ്ങൾ ദുർബലനായ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയേക്കുന്നത്, കോൺഗ്രസ് ജയിക്കാനുണ്ടാക്കിയ സാഹചര്യം ഉണ്ടാക്കാന്ന് പറഞ്ഞുകൂടെ? മണ്ഡലം മാത്രമല്ലല്ലോ, തൊട്ടപ്പുറത്ത് റാന്നി മണ്ഡലം.